പാഗ്ല നദിയാണ് രാംചന്ദ്രപൂർ ഗ്രാമത്തെ ഒറ്റപ്പെടുത്തിയത്. ചുറ്റുപാടും നദികളാൽ ചുറ്റപ്പെട്ട ഉത്തര രാമചന്ദ്രപൂരിലെ ജനങ്ങൾ തീർത്തും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചു പോരുന്ന ഗ്രാമീണരാണ്. ഗ്രാമത്തിലെത്താൻ പാഗ്ല നദിക്ക് കുറുകെ ജനങ്ങൾ നിർമ്മിച്ച 3-4 മുളപ്പാലങ്ങളല്ലാതെ സഞ്ചാരയോഗ്യമായ മറ്റൊരു വഴിയും തന്നെയില്ല. ഗ്രാമത്തിൽ പള്ളി, മദ്രസ, അമ്പലങ്ങൾ, ഗുരുകുല സമ്പ്രദായം പോലെ NGO ഫൗണ്ടേഷനുകൾ നടത്തുന്ന ചെറിയ വിദ്യാലയങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. ഗ്രാമീണന്റെ പ്രധാന വരുമാനം പുകയില തന്നെ. പ്രധാനമായും സ്ത്രീകൾക്കാണ് ആ ജോലി. ഏജന്റുമാർ വലിയ ചാക്കുകളിലാക്കി പുകയിലകൾ ഗ്രാമത്തിനുള്ളിലെത്തിക്കും. അത് ബീഡിക്കുള്ളിൽ തുറത്ത് എണ്ണം പറ്റി വരുമാനമുണ്ടാക്കലല്ലാതെ മറ്റൊരു വരുമാന മാർഗവും ഇല്ലാത്തവർ. ആണുങ്ങൾ പൊതുവെ കൃഷിയിലോ വഴിയോര കച്ചവടങ്ങളിലോ ഏർപ്പെട്ടവരായിരിക്കും. മിക്കവാറും തൊഴിൽ രഹിതർ. മഴക്കാലമായാൽ തീർത്തും ഒറ്റപ്പെട്ടു പോയ ജനത. ആ സമൂഹം ഇങ്ങനെ കാലങ്ങളായി ജീവിക്കുന്നുണ്ട്, വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ. പ്രധാന കരയിൽ നിന്നും ഗ്രാമത്തിലേക്കൊരു പാലം വേണമെന്നല്ലാതെ അപരിചിതരായ നമ്മളോട് ഗ്രാമവാസികൾക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിലേക്കാട്ടോ. ഈ ഒരു ഗ്രാമം ശരിക്കും ചുറ്റുപാടും പുഴകളാൽ ചുറ്റപ്പെട്ടൊരു ദ്വീപിലാണ്. അപ്പം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയ പാലം മൊത്തം ശരിക്ക് ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്തപ്പോഴത്തിന് പോയി. പിന്നെ അവിടെ ഉള്ളത് ഈ ദ്വീപിൻ്റെ ചുറ്റുപാടും ജനങ്ങൾ ഉണ്ടാക്കിയ മുള ഉപയോഗിച്ചിട്ടുള്ള പാലങ്ങളുണ്ട്. ഈ ഒരു പാലം മാത്രമുള്ള ദ്വീപിലേക്കുള്ള പ്രധാന സഞ്ചാര മാർഗം. അതിൽ കൂടെ വേണം ദ്വീപിക്ക് പോകാൻ. ഇപ്പോൾ നല്ലൊരു മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ആ പാലം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യൂല എന്നാണ് പറഞ്ഞിട്ട്. അതിലുപരി ഈ ഒരു ഗ്രാമം ഒരു പുകയില ഗ്രാമമാണ്. എല്ലാവരും ഈ പുകയില തുറുപ്പ് ബീഡി ഉണ്ടാക്കുന്ന ആളുകളാണ്. എല്ലാ വീട്ടിലും പ്രധാന തൊഴിൽ മാർഗം എന്ന് പറഞ്ഞത് ബീഡിയാണ്. അവിടേക്ക് ഈ ടൊബാക്കോ കൊണ്ടുപോയി കൊടുക്കും. ഈ ടൊബാക്കോ വെച്ചിട്ട് ബീഡി ഉണ്ടാക്കുക. എല്ലാ വില്ലേജിലും അതാണ് പണി. മരം കടക്കുക എന്നുള്ളതാണ് വലിയ ടാർജറ്റ്. ഉന്തി ഉണ്ടായില്ല അറി യാഹുദോ. പൊട്ടി കൂടിയേക്കൂലേ? നല്ല നിറമുള്ള താറാവ് ബാത്തുകൾ. ഇവിടെ ആകെ നിറമുള്ള ഐറ്റങ്ങളെ, വൃത്തിയുള്ള ഐറ്റങ്ങളെ ഇപ്പോൾ ഇതാക്കണ്ട്. ഇത് ഗവൺമെൻറ് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ 2 പച്ച ടാങ്കും ഈ ബിൽഡിങ്ങും അത് ചുറ്റിപ്പറ്റി ഒരു 10-25 വീടുണ്ടാവും. ഒരിക്കൊക്കെയുള്ള വെള്ളം ശരിക്ക് അതിൽ നിന്നാണ് കുടിക്കേണ്ടത്. ഒക്കെ ബീഡി ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ. എവിടെയും ബീഡി. ഒരു നാട് മൊത്തം ബീഡിമേൽ, എവിടെയും ബീഡി. മഴയുണ്ട്. പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അച്ചാർ ഏതാ കോഴിക്കാട്ട ഏതാ മനസ്സിലാകാത്ത. വികിച്ചുണ്ടാവും മിക്കവാറും. പൊളിഞ്ഞ മാതിരി ഉണ്ടല്ലോ കണ്ടിട്ട്. ഇതൊരാ ബംഗ്ലാദേശാ? ആയിക്കൂടെ റോഡായിട്ട് തന്നെ ഉണ്ടല്ലോ അല്ലേ? അന്ന് മഴ ഇത് ഇത്ര വെള്ളം ഇല്ലാത്തോണ്ടല്ലേ? ഈ പാലത്തിന് ഹൈറ്റിലൊക്കെ വെള്ളം ഉണ്ടാവോ? ആ,
പാനിപൂരി പാനിപൂരി. എവിടെ സാധനോടെ നമ്മള് കാണില്ലത്. ഡ്രോണ് കണ്ടിട്ടാണ്. ഡ്രോണോടെ നമ്മള് കാണില്ലല്ലോ. ഡ്രോണൊന്ന് ലാൻഡ് ചെയ്തോട്ടെ. കുട്ടികളെ രാത്രി ഇങ്ങനെ കാക്കുണ്ട്. അതിപ്പോ ഇങ്ങോട്ട് കിട്ടും. എനിക്ക് ക്രാഷ് ലാൻഡ് ആവോ? പട്ടികൊക്കെ എടുത്ത് അടിക്കുണ്ട്. അടിച്ചിണ്ട് കേട്ടോ. ബാറ്റ് ഉണ്ട്. ടാറ്റാ. മഴക്കാലല്ലാത്ത സമയത്തുള്ള റോഡാണ് അത്. ശരിക്കും പാലല്ലേ ഇനി ചായ പീടിയ വയസ്സന്മാർക്ക് മാത്രമേ ചായ കൊടുക്കുള്ളൂ. ഏതാ ഫീല്. ഒരു വിയറ്റ്നാം കോളനിയിലൊക്കെ കയറി മാതിരി. എന്താടാ ഇവിടെ കയറാം. ഏതപ്പ വീട് ये घर है और ये आने থাকে মুরব্বি থাকে শ্বশুর আনে বেটা বৌমা থাকে ഇത് വീടിനകം বৌমা अच्छा আর এখানে বেটা বউ থাকে ഇതൊരു കെട്ട് വീടി. എങ്ങനെ ചോദിക്കും ഒന്നിൽ ഇത്ര ഉണ്ടാവും. ഓ അതിന്റെ പുറകെ വാവ പറഞ്ഞു. ওখানে আমরা থাকি ঘরে इसमें कितने आएगा? हिंदी मालूम नहीं? हिंदी হিন্দি জানে না, হিন্দিতে কথা বলতে পারে না। বাংলা এটা বৌমা আলকা বাংলা সবুনো কোথেকে আপনারা এখানকার মাদ্রাসায় কেরালা ഒരു ബൈക്ക് ഉണ്ട് നീ യോ മോനെ ആ പുതിയ പള്ള വണ്ടിയാ അവളെ ഗാഡി കിസ്കാ ഹൈ ഗാഡി গাড়ি বেটার മോന്റെ ഇതെന്താ തൈരോ বেটা বেচাই যাচ্ছে চেন্নাই না ফাটলে খাবো ചെന്നൈയിലോ വീടാണല്ലോ അല്ലേ. ഇത് ഇയാളെ വീടും ഇതുവരെ വീടുമാണ്. രണ്ട് വീട് എടുത്തെടുത്താ ദോ ഘരേ থাকতে পারি না ঘরে ഗല്ലിമ അതൊരു വീടാണ്. അതൊരു വീടാണ്. ഇതൊരു വീട് ഇതൊരു വീട്. 3 വീടാണ് ഇതിന്റെ വീട്. നടക്കി നടക്കിന്നാല് പോട്ടെ. ബംഗ്ലൊക്കെ പഠിച്ചാണ്ട് വരണം. അടുത്ത പ്രാവശ്യം വരുമ്പോ ബംഗ്ലാവ് പഠിച്ചാണ്ട് വരണം. അവിടെ ഉണ്ടാക്കേണ്ട വീട് ഹിന്ദി ആത്തേ ആത്തേ ആ ഹിന്ദി ബംഗാളി തന്നെ പറയാൻ ഗതിയോടാണ്. പിന്നെ ഇപ്പൊ ഹിന്ദി പൗഡറിന്റെ ടിന്നൊക്കെ പാടേ മേത്ത് കൊടുത്ത് ചിന്തിക്കോ. വീടല്ല കേട്ടോ, ഇതൊരു ആട്ടുകൂടാണ്. എല്ലാ പേരിലും ഒരു കുളം ഉണ്ടല്ലോ. ആ എന്താ അതിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയിത്ത മീനെ തിന്നോ? അപ്പൊ ഇവിടെ കടൽ മത്സ്യങ്ങൾ കിട്ടൂലേ? ഇവര് ജീവുള്ള മീനല്ലേ വാങ്ങുള്ളൂ. ഡൈനോയില് കൊല്ലൂലേ? ആ അതാ വീടിന്റെ. ഇസ്കോ കിത്തന ദം কত দাম? বিড়ি 190 190 1000 190
1000 ബീഡിക്ക് 190 ഉറുപ്പിക കിട്ടും. അപ്പം ഒരു കെട്ടിൽ എത്ര ബീഡി ഉണ്ടാവുക? ഒരു കെട്ട് മേ കിतना बीड़ी കിട്ടുന്നുണ്ടോ? एक पैकेट में कोता बीड़ी होगा। এক মুঠার দাম हाँ एक कोता एक पैकेट में कोता बीड़ी। এখন ওরা কত করে বিক্রি করে কি করে বলবো? আমরা মানে কারখানায় দিয়ে കറക്കണാണ്. মানে কি বিড়িটা আমি বানছি কিনা মানে কথাটা বুঝিয়ে নে মানে আমি বিড়িটা বানছি বিড়িটা এবার আপনাকে দিচ্ছি আপনি এবার ওনাকে দিচ্ছে ও এবার প্যাকেট করছে প্যাকেট করে ধরে আমাকে সেল করছে এবার ক টাকা করে അതായത് ഇവർക്ക് ടൊബാക്കോ ये टोबैको आपको देता है वो लोग देता है टोबैको হ্যাঁ লোক ഓർക്ക് ടൊബാക്കോ കൊണ്ടു കൊടുക്കും പോലെ ബീഡിക്ക് കൊടുക്കും. 1000 ബീഡി ഉണ്ടാക്കിയാൽ 190 ഉറുപ്പിക. 1000 बीड़ी को 190 एक दिन कितना बीड़ी बनाएगा एक दिन? একদিনে মানে কি मुश्किल है बताओ. একদিনে 1800 900 যেদিন যেমন হয় 1800 बीड़ी ഒക്കെ ഉണ്ടാക്കും ഒരു ദിവസം. মানে ഉണ്ടാക്കണ നോക്കട്ടെ സ്പീഡില്. 1000ও হয় 800 হয় 900 হয় പൂട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഫസ്റ്റ് വീട് ഇടുക പൂട്ടാണ്. ടൊബാക്കോ കാപ്പി കാപ്പി പറഞ്ഞ സൊയ്യ് ചെയ്തു. এটা কি করবো কত എവിടുന്നാണ് ഓൾക്ക് കൊണ്ടുകൊടുക്കുന്നത്? ഇലയാണോ അവൾ കൊടുക്കണേ? ഓല് പൊടിച്ചിട്ട് ഇങ്ങനെ ആക്കുകയാണോ? বুঝতে পারি না ഇതിനെത്ര കിട്ടണല്ലോ? ഇതൊക്കെ കെട്ടാക്കി വെച്ചു അവിടെ വീടി കെട്ടാക്കി വെച്ചു. ഓല് കെട്ടാക്കും ചെയ്യും ഓല്. ইমরান इसका दाम कितना है? কত দাম? 10 টাকা লাই কি 10 টাকাലോ എന്താ പറഞ്ഞേ? 10 टका 10 रुपए ഒരു കെട്ടിന്. ഒരു കെട്ടിന് 10 റുപ്യ. അത് വിൽക്കണ പ്രൈസ് ആയിരിക്കും അല്ലേ? ഒന്നില് 10 ഉണ്ടാവും. അപ്പൊ ഒന്നിന് 1 റുപ്യ. वो 1000 होगा तो 150 टका 200 टका देगा 290 মানে 1000 বিড়ি দিব 190 টাকা 1000 बीड़ी को 200 रुपया देगा. 190 190 190 रुपया. हाँ हाँ ये इधर सब जगह में एक ही आदमी देता है? नहीं हर आदमी चीज अच्छा जन अब वीडियो करने वाला हर आदमी चीज ऐसा बीड़ी वाला ये 2-4 आदमी 8-10-12 आदमी की 20 आदमी थे एक मर्चेंट और दूसरा ग्राम से और एक मर्चेंट उपाड़ा में एक मर्चेंट ऐसे होते हैं. ये टोबैको कहाँ से लेके आते हैं? वो इधर से बीरभूम बीरभूम डाक बंगला ആ डाक बंगला से बीड़ी पत्ता मुकाना അവിടെ ഇതിന് കൃഷി ഉണ്ടായിരിക്കും അല്ലേ? फिर आने का इधर इधर बड़ी बड़ी फिर थोड़ा थोड़ा देना पड़ेगा फिर उससे खमड़ करके. ये कौन सा कंपनी के लिए बना रहे हैं अभी? कौन कंपनी तो दे টপি টপি टॉपी कौन कंपनी को है দিল্লি আর পিছাকা टॉपी लंबा बड़ा है ना लंबा बड़ा वो लोकल कंपनी था हाँ वो ठीक सीधा दिल्ली भेजा देंगे. दिल्ली भेजाते. हाँ, और ये इनका रिटेल प्राइस है 10 रुपया और वो 10 रुपया होगा और इसके 10 पैसे मिलेगा फिर 1000 का तो 190 रुपये मिलेगा. അതായത് 19 പൈസ ആണല്ലോ ഒരു ബീഡി കിട്ടുക. 1.90 കിട്ടും ഇങ്ങനെ ഒരു കെട്ടുണ്ടാക്കി കൊടുത്താൽ. 1 റുപ്യ 90 പൈസയും കിട്ടും. ഏകദേശം 2 റുപ്യ കിട്ടും ഇങ്ങനെ ഒരു കെട്ടുണ്ടാക്കി കൊടുത്താല്. एवरेज का को बंडल हो तो 1000 है. एक दिन कितना बंडल बनाएगा? 9 মুঠা 100 9 মুঠা 100 9 मुठे 100 ताहले വലിയ ഉണ്ടാക്കില്ലേ? നിങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ? ताहले 1000 होते आप नहीं बनाते? ताहले नहीं 90 मुठा मने नेकी गो ना तो माने 100 माने ये 9 मुठा में 1000 ঠগাও 10 बार देना पड़ेगा तो চাইতা যায় না ताहले ঠগা माने 100 फिर एक तो काटना पड़ेगा फिर मुठा करना क्या. ये कम मध्य बुझी उतर हैं? अच्छा हो किधर है? ये बड़ी
यहाँ कितना घर है वो टोटल? हाँ? कितना घर है इधर? कितना घर है? घर घर कितना है इधर? 850 फुट में 850 260 എണ്ണൂറ്റിമ്പോ 260 260 जो गया है 850 जो ना 850 लड़की लड़का मिले दोनों 850 वोटर एक गांव से और 200 260 घर 260 घर में बसते 260 വീടുകളില്ലേ? ഇത് बहुत बारिश आएगा तो अब कैसे जाएगा बाहर? तो फरस में हाँ आगे ऐसे जा सकते हैं? गाड़ी कैसा आएगा? वो थोड़े कोई हॉस्पिटल के से कुछ आएगा तो क्या करेंगे इमरजेंसी एक में? टोटो गाड़ी है हाँ थोड़ा पिकअप गाड़ी हाँ उसमें लेके ऊपर करेंगे ऊपर से आएगा फिर गाड़ी ऐसे साला ब्रिज बोलेगा कोई सामने वाला हॉस्पिटल कौन सा है? ये 2 नंबर पाइकोर हाँ 1 नंबर मोरडोई और स्कूल किधर है? स्कूल कॉलेज मोरडोई हाँ और होते हैं जो कोल्हापुर है ना जानते हैं कोल्हापुर पाईमाड़ी वो तो आड़ो उच्च माध्यमिक वैसे होते हैं। यहाँ का एक सब गांव बच- में पाईमाड़ी है। यहाँ सब बच्चे लोग स्कूल जाता है और हाँ कोई है। जाते हैं कोई नहीं जाते कोई नहीं जाते? कोई पढ़ाशुना नहीं ठीक हो रहा है खाना खा के थाली बजा के भाग फिर वो टीचर काम है के ना, लिए टीचर। जाते हैं? सब छोट- टीचर से हमारा देखभाल से नहीं ना बच्चे लोग बचपन से काम के लिए जाते हैं इधर? कोई है रेस्टोरेंट में क्या होता है? भेजेंगे इधर हाँ, इधर भेजेंगे ക്ലാസ് എടുക്കണ്ടോടെ? അസ്സലാമലൈക്കും. ഓ റാസായി. ഇവര് നല്ല പഠിച്ച 3 കുട്ടികളാ മുന്നിൽ വെച്ചിക്കണേ. സിലബസ് ഏതാ സിലബസ് അപ്പോ? മതം ഭൗതികം ഉണ്ടോ? മതം മാത്രം ഇംഗ്ലീഷും സയൻസും ഒക്കെ ഉണ്ടോ? ആ എന്താ എത്ര മക്തബുണ്ട് ഇവിടെ? ബെല്ലൊക്കെ എന്താ ഇന്ന് പഠിച്ചേ? മലയാളം പക്ഷെ നമുക്ക് മനസ്സിലാവും. എത്ര ക്ലാസ്സാ? ഇല്ലേ? 1 2 3 ഒപ്പരായിരിക്കാം. ആ എല്ലാം ഇങ്ങനെ ഇച്ചർക്കല. മൂന്ന് ഈ സ്ഥലം ആരുതാണ് അപ്പൊ? നാട്ടുകാർ വന്നതാ? എല്ലാരും പാടെ സംഭാവന ഇട്ടുണ്ടാക്കിയതാണ് ഇപ്പൊ ഈ ബിൽഡിംഗ് അല്ല ഈ കെട്ടിടം ഈ കുളത്തിന്റെ ഒക്കെ തീർന്നുകൊണ്ട് കഴിക്കണതാണ് ടോബോക്കന്റെ ഇല. ഈ ഇല വീടി മന്നെ फिर ये काटेगा मिक्स करेगा ഇത് കത്തിരിത്തിന് മുറിക്കും. फिर इसका बाद ऐसा मुर्शिद बॉडी बॉडी को इसमें क्या मिक्स करेगा फिर? ऐसा आएगा। इसको अच्छा पता मिलता है ऐसा हाँ फिर इसमें और तामा कुछ को मिक्स डालेगा। करता है हाँ तामा को डालता है इसमें। तमकू. हाँ फिर तामा को डाल के ऐसे ही वो आगुन से हाँ सेकता है उसको। अच्छा जो सिगरेट में डालता है ना जैसे सिगरेट में डालता है, सिगरेट का अलग तामा ये खाता कहाँ से मिलता है? है। ये ऐसे ही हमारा गांव में मिलता है, सब वो लेके आता है सब। हर इसका खर्चा कितना है? वो पैसे मिल जाता है 1000 बनेगा, 1000 आएगा तभी वो उसको 250 300 आ जाता है ऐसा। हाँ ऐसा इसको काटेगा फिर इसको बांधेगा मुड़ाएगा। अच्छा ये सिगरेट बनाते हैं और बीड़ी बनाते हैं? सिगरेट नहीं आ जाओ। बनाता है, मेरे ना सिगरेट नहीं बनाता सिगरेट नहीं बनाते. नहीं। ये कौन सा कंपनी के लिए? ऐसे ही कंपनी जैसे एजेंट के लिए? जैसे ऐसे कंपनी ऐसा है, ऐसे हर कंपनी है ऐसे। ठीक है ये भी है? हाँ ये भी ये है। बीडी कंपनी? हाँ ये किसान का है, इसमें कंपनी का नाम लिखा हुआ है। अच्छा। फिर उसका बाद वो उसका नाम लिखा है, ये कहाँ से आता है उसका नाम लिखा है। ऐसा ही ये मोड़ है ना, मोड़ से आता इससे है। कितना बीडी बना सकते हैं 1000 1000 1500 हो जाता है। हाँ? इसमें? 1000 हो ना, 1-1500 हो जाता है। മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്ര ചളി ഉണ്ടാവില്ല. ഇനി അപ്പൊ കുറച്ചും കൂടി ഒരു വൃത്തി ഫീൽ ചെയ്യും.
പിന്നെ ഇവരോട് ഈ വൃത്തിയെ പറ്റിയൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓൽക്കിപ്പോൾ ഇത് എന്നും കാണുന്ന സാധനമല്ലേ. ഓൽക്കിപ്പോൾ ഓലെ വീടും ചുറ്റുപാടും പരിസരങ്ങളൊക്കെ അല്ലേ. നമുക്കെല്ലാം പുതിയതായിട്ടുണ്ട് വരുന്നുണ്ട്. അവിടെ വൃത്തി പോരാ, ഇവിടെ കുറച്ച് വൃത്തി ഉണ്ട്, അത് ഹൈജീനിക് അല്ല, അങ്ങനെയൊക്കെ ഉണ്ട് അഭിപ്രായപ്പെടാനുള്ളത്. നമ്മൾ ഓല് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇതിൻ്റെ ഓലെ വൃത്തിനെ പറ്റി പറയാൻ പാടില്ല. ഓലിങ്ങനെയാണ്, എത്ര ഉള്ളൂ. അപ്പോൾ നമ്മൾ തീരെ പോരാന്ന് നമ്മളെക്കാളും മേലുള്ളവർക്ക് തോന്നുന്നുണ്ടാവുമല്ലോ. നാട്ടിലൊക്കെ വരുന്ന വെസ്റ്റേണേഴ്സിനൊക്കെ തോന്നുന്നുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ താരതമ്യേനെ നോർത്ത് ഇന്ത്യനെ അപേക്ഷിച്ചിട്ട് നമ്മളെ സൗത്ത് ഭാഗം എക്സ്പെഷ്യലി കേരളം കുറച്ച് ഹൈജീനിക് ആണെന്നുള്ളൂ. കോഴിക്കുട്ടി പോയോ? എന്താ വീട്, ഈ ചാണാണ് കേട്ടോ തേച്ച് പിടിപ്പിച്ച്. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയ ഒരു സാധനം റൗണ്ട് റൗണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചില്ലേ, ചാണാണത്. ഇവർ ഈ മഴക്കാലത്ത് കത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കണതാണ്. മഴക്കാലത്ത് പിന്നെ വിറകൊന്നും കിട്ടൂലോ. ഇവിടെ ഒരു വികിച്ച പ്രതീക്ഷിക്കും. വായിച്ചേ വായിച്ചേ ഇജ്ജ് മുന്നേ പോണോ കാണാ? പോലീസാണ് കേട്ടോ. ഇതൊരു ഫോട്ടോ എടുത്തില്ലേ എന്തിനാന്ന്? ഓ, അവർ ഫ്രെയിമൊക്കെ അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ബീഡിക്കാർ, ആകെ ബീഡി. ചാലിയത്തൊക്കെ പോയ പോലെ ഒരു സെറ്റപ്പ് ഇങ്ങനെ കാണുമ്പോൾ. ചാലിയത്തുള്ളിൽ പഴയങ്ങാടിയിൽ ഇത് ആടിൻ്റെ പെരയാണടാ. ആട്ടും കൂടാണിത് വലിയൊരു. അതിൻ്റെ ഉള്ളിൽ ആടൊക്കെ അതിൻ്റെ ഉള്ളിലല്ലേ. പരിപാടി കഴിഞ്ഞ് നാളെ ഇവിടുന്ന് തിരിച്ചു പോകണം. നാളെ ഇവിടുന്ന് ബീഹാറിന് അസാമിൽ നിന്ന് ത്രിപുര, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ, പിന്നെ വീണ്ടും ആസാം, പിന്നെ സിക്കിം, അങ്ങനെ. ഓഫ്, ഈ വെള്ളത്തിന് അതുപോലെ കുളിക്കണവും പോത്തിനെ കുളിപ്പിക്കണവും ഒക്കെ. യോ, തള്ളിയിടരുത്. അമ്മായി പോട്ടെ, എവിടുക്കുന്നു? ഇതൊക്കെ മീൻ പിടിക്കാൻ കുളമാണ് കേട്ടോ. അതിലൊക്കെ മീൻ ഉണ്ടാവും. 2-3 പേരക്കാർക്ക് ഒരു കുളം എന്തായാലും ഉണ്ടാവും. ബീഡിൻ്റെ ഒക്കെ തന്നെ, ബീഡിൻ്റെ ഒക്കെ തന്നെ ഇവിടൊക്കെ ഉണ്ട് ബീഡി. അടുത്ത പാലം ഇതങ്ങോട്ടുള്ള തന്നെ അല്ലേ. മഴക്കാലത്ത് ഈ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഹൈറ്റിൽ വരെ വെള്ളം ഉണ്ടാവുമല്ലോ. ആ സമയത്തൊക്കെ യാത്ര ദുരിതം തന്നെ ആവുമല്ലോ.
പുല്ലുകാരനൂടെ അതിന് അയാൾക്ക് കൊടുക്കണ്ടേ പോയി नाशिक है